ഇല്ലടികളെ നമ്മുടെ മസ്താനെ അറിയാലോ എന്ന് വെച്ചാൽ ഇന്റർവ്യൂവർ, ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയിരുന്നില്ലടല്ലേ. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കും മസ്താനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൽഡ് കാർഡ് എൻട്രിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മസ്താനി ഇപ്പൊ 2-3 പേരൊക്കെ ഉണ്ട്. വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇല്ലടല്ല, ബിഗ് ബോസിൽ ഓൾറെഡി സെലക്ട് ചെയ്ത് കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടാവും. ഫസ്റ്റ് അതൊരു കണ്ടസ്റ്റൻസ് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഗെയിം പ്ലേ നടക്കുന്നുണ്ട്, പുറത്ത് ആരെയും സപ്പോർട്ട് ചെയ്യുന്നൊന്നും ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ് എൻട്രി കിട്ടിയത് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായി? എന്താ വെച്ചാൽ ആർക്കൊക്കെയാണ് സപ്പോർട്ട്, അപ്പൊ അവന്മാരെ എതിർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്മാരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടി സപ്പോർട്ട് കിട്ടും എന്നൊരു ഇതിൽ ഇവർ പോണ്. അപ്പൊ മസ്താനി പോയിരുന്നില്ല, മസ്താനി പോയ പോലെ തിരിച്ചു വന്നു, പോയി വന്നൊരു അവസ്ഥയായി പോയി. സത്യം പറയാലോ. എന്താ വെച്ചാൽ മസ്താനി പോയി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പാൻ രവി ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയോ പറയുന്നതാണ്. എന്താ വെച്ചാൽ ഈ ഒരു അവസരം കാട്ടിത്തന്നതിനെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കണം. അടുത്ത തൊട്ടാഴ്ച മസ്താനി എവിക്റ്റഡ്. അപ്പൊ നമ്മുടെ ആരെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടില്ലല്ലേ. സത്യം പറയാലോ. എന്ന് വെച്ചാൽ അതൊരു ഗെയിം പ്ലേ ആണില്ല, നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ ഒരിക്കലും പേഴ്സണലി എടുക്കരുത് ഒരു സംഭവം. എന്ന് വെച്ചാൽ അതൊരു അത് ടെലിവിഷൻ ചാനൽ, അതിൽ ഒരു ഗെയിമിംഗ് സംഭവം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഷോ നടക്കുകയാണ്, നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. പക്ഷെ മസ്താന്റെ ലൈഫിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം, ബിഗ് ബോസിൽ പോയിരുന്നില്ല, ബിഗ് ബോസിൽ പോണ സമയത്ത് നമ്മൾ കണ്ടു, അത് ഇറങ്ങി വന്നിട്ട് ഇരിക്കണ കണ്ടു. പക്ഷെ അതിന് ശേഷം മസ്താനിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്താനി ആൾക്കാർ വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കമന്റ് ബോക്സ് മൊത്തം നെഗറ്റീവ്. പിന്നെ അപ്പാൻ ഇവരെന്തൊക്കെയും സംഭവം നടക്കുന്നതെന്ന് കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് വേറൊരു ചാനൽ, ഇപ്പൊ മസ്താനി ഇന്റർവ്യൂവർ ആണെങ്കിൽ കേട്ടല്ലോ. എന്താ വെച്ചാൽ മസ്താനിക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്താനി പറഞ്ഞാൽ അവർക്ക് ടീം ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ഇന്റർവ്യൂ എടുക്കുന്നതാണ്. അപ്പൊ പക്ഷെ മസ്താനി വെച്ച് വേറൊരു ടീം ഇന്റർവ്യൂ എടുത്തു. അപ്പൊ അതിന് വലിയ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. പക്ഷെ മസ്താനിയുടെ പ്രൊഫൈലിൽ കുറച്ച് ഹൈലൈറ്റ്സ് മാത്രം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. എന്റെ പേര് റോക്സൻ AK ഗിഫ്റ്റി. ആൻഡ് എന്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ മസ്താനി AK അൻവറ. ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോ ഇപ്പൊ നിന്റെ ഫീലിംഗ് എന്താ? എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല. ആ ഗേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടെയുള്ള ആൾക്കാരോടുണ്ടായിരുന്ന ദേഷ്യം, സങ്കടം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ഗെയിം കളിക്കാനും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പാനി അക്ബറും എല്ലാവരും കൂടി വന്നിട്ട് ഗുണ്ടകളെ പോലെ ലിറ്ററലി ആ ഗ്ലാസ് ഡോറൊക്കെ പൊളിച്ച് വന്നിട്ട് കഴുകണം, എന്താ കഴുകാത്തേ. അപ്പം ഞാൻ പറയാൻ പോയായിരുന്നു, ഞാൻ രാവിലെ കഴുകിയാലും മതിയല്ലോ. അപ്പോഴേ നീ കഴുകിയിട്ട് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉറക്കില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും ട്രിഗറാവും. എന്നിട്ട് പിന്നെ ചീത്തവിളിയായ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വിളിച്ചിട്ടുണ്ട്, കുറെ ചീത്ത അവരും വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ ഫുഡ് വന്ന് നക്കിയിട്ട് നീ പോയി കിടന്ന് ഉറങ്ങിയില്ലേ. ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോടിത് ചോദിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക്, പ്രേക്ഷകർ ഇത് കറക്റ്റായിട്ട് പറയണം, എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് 4 വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം, എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ? അവിടെ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ ബിന്നി എനിക്ക് കറി ഒഴിച്ച് തരില്ല. ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മി ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മി കരഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഇവർ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കറി ചോദിക്കുമ്പോൾ ഇവള് തരാതെ തിരിഞ്ഞു പോകുന്നതും ഒക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ ആരുമില്ല. മനസ്സിലായി? ഞാൻ ചെയ്ത നെഗറ്റീവ്, എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ദിയാസനയുടെ ഒരു ഇന്റർവ്യൂല് ദിയാസന റോഹന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അപ്പാനിനോട് സംസാരിച്ചു, അതായത് പുള്ളിക്കാരി അപ്പാനിനോട് സംസാരിച്ചു, കാര്യങ്ങൾ അപ്പാനെ വിളിച്ച് തെറി വരെ പറഞ്ഞു, മസ്താനി അത് കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇത്രയും സൈബർ ബുള്ളിങ്, അതായത് ഞാൻ 14-15 ദിവസം അവിടെ നിന്നു, ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എലിക്ട് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും ചെയ്തത്. ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പൊഴിച്ചിട്ട് ഇതേ ചാനൽ യൂട്യൂബിൽ ട്രോൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന്ന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണോ എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ട്. അപ്പൊ അതാണ് കില്ലടലെ സംഭവം. എന്താ വെച്ചാൽ മസ്താനി ഇറങ്ങിയിട്ടും മസ്താനിക്ക് ഇനിയും
അല്ലെങ്കിൽ ട്രോളുകൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങാൻ ഇനിയും ജീവിതം ബാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, ഒരു ഗെയിം പ്ലേ എന്ന രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ വലിയ സംഭവം ആക്കിയിട്ട് ഇത് ജീവിതത്തിൽ നടക്കണം എന്നാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഇവൾ കാരണം എൻ്റെ ആളെ എങ്ങനെ എന്താക്കി, അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഗെയിം പ്ലേ അങ്ങനെ നമ്മൾ മനസ്സിലായില്ലേ. മസ്താനിയും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്, മസ്താനി അത് പറയുന്നത്. പക്ഷേ ഞാൻ അതോടുകൂടി വിട്ടു അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല ഇടല്ലേ, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മസ്താനെ അവിടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല ഇടല്ലേ, എനിക്കറിയില്ല. ഞാൻ എന്താ വെച്ചാൽ എവിക്ഷൻ ടൈമിൽ മാത്രം കണ്ടു, എന്താ സംഭവം അറിയാൻ വേണ്ടി കണ്ടിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെ നടന്നു എന്നും നമുക്കറിയില്ല. പിന്നെ മസ്താനി പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഒരു ഹൈലൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് അതാണ് വേണ്ടത്, അല്ലാതെ പോസിറ്റീവായിട്ട് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഒന്നും ഒരാൾക്കും വേണ്ട. എന്ത് നെഗറ്റീവ് നടക്കുന്നു, അവിടെ എന്ത് പ്രശ്നം നടക്കുന്നു, അതാണ് ബിഗ് ബോസിന് ആവശ്യം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ബിഗ് ബോസ്. എന്നാലും ആൾക്കാർ കാണുന്നുള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി. അതിപ്പോൾ നിങ്ങളായാലും ശരി ആരായാലും ശരി, എന്താ വെച്ചാൽ അവിടെ നിന്ന് എന്തൊക്കെ നെഗറ്റീവ് നടക്കുന്നു, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു, അതായിരിക്കും അവർ ടെലികാസ്റ്റ് ചെയ്യുക. അത് മാത്രമേ നമ്മൾ കാണാൻ ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അത് കണ്ടാൽ മതി, നിങ്ങൾ മനസ്സിലായില്ല. അത് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഇനി അടുത്തതിൽ സംഭവിക്കാം അവിടെ നമ്മളും കാണുള്ളൂ, മനസ്സിലായില്ലേ. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അല്ലാതെ ഇതൊന്നും നിങ്ങൾ ലൈഫിൽ ശരിക്കും നടക്കുന്നതാണോ, ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ ഒരുമാതിരി കുടുംബശ്രീ ചേച്ചിമായിട്ട് പരിപാടി കാണിക്കരുത്, മനസ്സിലായില്ലേ. അതിനിപ്പോൾ ആരായാലും എനിക്കതേ പറയാനുള്ളൂ. ഇപ്പൊ മസ്താനി ഇതാണ് പറഞ്ഞത്. അപ്പോ ഒന്നും വിചാരിക്കരുത്, അതോട് പരിപാടി കഴിഞ്ഞു, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ മസ്താനെ സപ്പോർട്ട് ചെയ്യലേ, എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഷോ ആണ്, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ.